അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കാട്ടിച്ചെടിയൊന്നും പറഞ്ഞ് വെട്ടിക്കളയുന്ന നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലത്തോരനാണ് ഇന്നത്തെ റെസിപ്പി. തവരയില തോരൻ, തകരയില എന്നും പറയും ചിലയിടങ്ങളിൽ. നല്ല അയൺ കണ്ടന്റ് ഉള്ള ഒരു ഇലയാണിത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചാൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ മഴക്കാലം. പോരാനിട്ട് കൊറോണ കാലവും കൂടിയാണിപ്പോൾ. മഴക്കാലത്താണ് തവരയില നല്ലോണം കിട്ടുന്നത്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും നേടിയെടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നേത്രരോഗത്തിനും മലബന്ധത്തിനും ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രതിവിധിയാണ് തവരയില. അപ്പോൾ നമുക്ക് പോഷകസമൃദ്ധമായ തവരയില തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തവരയില നല്ലപോലെ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തതാണ്. 3-4 ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു ചുവന്ന മുളകും കൂടി ചതച്ചെടുത്തത്, അരി വറുത്ത് പൊടിച്ചത്, പാത്രത്തിലുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നാൽ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളിയും മുളകും മിക്സ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് തവരയില ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. മറ്റുള്ള ഇലകളെക്കാളും തവരയിലേക്ക് കുറച്ച് വേവ് കൂടുതലാണ്. പാത്രത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് നമുക്ക് 2-3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. പാത്രമുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയതും അരി വറുത്തതും കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് 2-3 മിനിറ്റോളം ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രണ്ട് മിനിറ്റോളം ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള തവരയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരാം. താങ്ക്